ഷിയാസ്, ഇപ്പോൾ നേരത്തെ സംവിധായകൻ ലാൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു. അസുഖബാധിതനാണെങ്കിൽ പോലും എല്ലാ വേദികളിലും അദ്ദേഹം സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തൻ്റെ നിലപാടുകൾ പറഞ്ഞൊരു നടനാണ്. മലയാളിയെ അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗുകളില്ലാതെ ഒരു ദിവസം പോലും മലയാളികളുടെ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? അല്ല, ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് കൂടിയായിരുന്ന ശ്രീ സലീം കുമാറിന്റെ നിര്യാണത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സാധാരണ മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങൾ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ദൈനംദിന ജീവിതങ്ങൾ ഏറ്റവും ലളിതമായി, മനോഹരമായി, സരസമായി അവതരിപ്പിച്ച ഒരു കലാകാരൻ കൂടിയാണ്. ഞാൻ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ നൽകിയ സ്വീകരണത്തിൽ അവിടെ ശ്രീ മോഹൻലാലിനോടൊപ്പം ശ്രീ സലീം കുമാർ കൂടി അവിടെ പങ്കെടുത്തിരുന്നു. അവസാനമായി വളരെ സജീവമായി, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും പൊതുരംഗത്തെ എല്ലാ പരിപാടികളിലും വളരെ സജീവമായ സാന്നിധ്യമായി ഇക്കാലം അത്രയും അദ്ദേഹം ഉണ്ടായിരുന്നു. അസുഖബാധിതനായിട്ട് കുറെ നാളുകളായി അദ്ദേഹം. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെതായ പ്രകടനം അത് വളരെ കൃത്യമായി, അത് ഏത് രംഗത്തും, അത് സിനിമയിലാണെങ്കിലും പൊതുരംഗത്താണെങ്കിലും ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏത് വിഷയങ്ങളിലാണെങ്കിലും അവതരിപ്പിക്കാൻ വളരെ കൃത്യമായി അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതിനപ്പുറത്ത് സാധാരണ നമ്മൾ കാണുന്നത് പോലെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പോലും വളരെ കൃത്യമായി എപ്പോഴും വളരെ ആത്മാർത്ഥമായി പറയാൻ കൂടി അദ്ദേഹം തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി അത് പറയാൻ പോലും ഒരു മടിയില്ലാത്ത ഒരു കലാകാരൻ കൂടിയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചും ആരാധിച്ചും വരുന്ന ഒരു അനുഗ്രഹീതനായ കലാകാരനായിരുന്നു ശ്രീ സലീം കുമാർ. അദ്ദേഹം ഇത്ര പെട്ടെന്ന് നമ്മളിൽ നിന്ന് വിട്ടുപോകുമെന്ന് നമ്മൾ ആരും വിചാരിച്ചിരുന്ന ഒരാൾ കൂടിയല്ല. കുറെ കൂടി മലയാള സിനിമയ്ക്ക് കുറെ കൂടി നല്ല സംഭാവനകൾ നൽകേണ്ടിയിരുന്ന, കേരളത്തിലെ പൊതുസമൂഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിരവധി ഓർമ്മകൾ ഇനിയും ഉണ്ടാകേണ്ടിയിരുന്ന ഒരു അനുഗ്രഹീതനായ കലാകാരന്റെ വിടവാങ്ങൽ കൂടിയാണിത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും കേരളത്തിൽ നിലനിൽക്കും. ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ സിനിമയിലെ വാക്കുകൾ പോലും മാധ്യമങ്ങളിലാണെങ്കിലും കേരളത്തിലെ പൊതുസമൂഹമാണെങ്കിലും നിരവധി മേഖലകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നുകൂടിയിട്ടാണ്. തീർച്ചയായും ആ ഓർമ്മകൾ എന്നും നമ്മുടെ കേരളത്തിനുണ്ടാകും എന്നാണ് പറയാനുള്ളത്. താങ്കളുമായി വ്യക്തിപരമായി അടുപ്പമുള്ള ഒരു വ്യക്തി കൂടിയാണ് സലീം കുമാർ. എല്ലാവരും സൂചിപ്പിക്കുന്നത് പോലെ ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു സലീം കുമാർ. അദ്ദേഹവുമായുള്ള മറ്റ് ഓർമ്മകളും മറ്റ് കാര്യങ്ങളും, ഇപ്പോൾ താങ്കൾ ഹോസ്പിറ്റലാണെന്നാണ് മനസ്സിലാക്കുന്നത്, അവിടുത്തെ വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കാമോ? അല്ല, ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ ആത്മാർത്ഥത നിറഞ്ഞ ഒരു ബന്ധമാണ് സലീം കുമാറുമായി ഉണ്ടായിരുന്നത്. ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്നു മുതൽ സിനിമയിൽ പല റോളുകൾ ചെയ്തിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ പലപ്പോഴും കോളേജിന്റെ കാര്യത്തിലും, ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം മറ്റ് പല സന്ദർഭങ്ങളിൽ കോളേജ് യൂണിയന്റെ പരിപാടികളിലെല്ലാം അദ്ദേഹത്തെ വിളിക്കാനും അവിടെ കൊണ്ടുവരാനും പല ക്യാമ്പസുകളിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ശ്രമിച്ച ഒരാളാണ്. അന്ന് മുതലുള്ള ഒരു ബന്ധമാണ്. അതിനപ്പുറത്ത് പിന്നീട് ഞങ്ങളെല്ലാം രാഷ്ട്രീയ രംഗത്ത്, വിദ്യാർത്ഥി യുവജന രംഗത്തും പാർട്ടി രംഗത്തും ഒക്കെ വളർന്നു വരുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനം നൽകിയ ഒരാൾ കൂടിയിട്ടാണ്. അപ്പോൾ വളരെ കൃത്യമായി ഏത് അഭിപ്രായങ്ങൾ തുറന്നു പറയാനും യാതൊരു മടിയും കാണിക്കാത്ത ഒരു കലാകാരനാണ്. അതിന്റെ പേരിൽ എന്ത് നഷ്ടപ്പെട്ടാലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ വളരെ അടിയുറച്ച് ഒരു കോൺഗ്രസ്സുകാരനായി നിൽക്കുകയും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്ത ആൾ കൂടിയാണ്. അപ്പൊ പാർട്ടിക്കകത്തുണ്ടാകുന്ന ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും പൊതുരംഗത്ത് നിന്ന് പൊതുവിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച ഒരാൾ കൂടിയാണ്. പക്ഷെ ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കാതെ ഒരാളുടെ പോലും രാഷ്ട്രീയം പറയുന്നതിനപ്പുറത്ത് എല്ലാവരെയും, എല്ലാ രാഷ്ട്രീയക്കാരെയും കേരളത്തിലെ പൊതുവിഷയങ്ങളിൽ ചില കാര്യങ്ങളിലൊക്കെ പലപ്പോഴും അഭിപ്രായം പറയാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ വ്യക്തിബന്ധം പറവൂര് ആയതുകൊണ്ടും നമ്മുടെ ജില്ലയിലുള്ള ഒരു കലാകാരനായതുകൊണ്ടും മറ്റു പല കാര്യങ്ങളിലും പൊതുപരിപാടികളിലും ഒക്കെ സജീവമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല ഓർമ്മകളാണ്. ഒരാൾ പരിചയപ്പെട്ടാൽ
ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ വളരെ സരസമായി സന്ദർഭത്തിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ ജീവിതത്തിൽ അഭിനയിച്ചിട്ടില്ല. അദ്ദേഹം ജീവിതം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അദ്ദേഹം വിവിധ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം അഭിനയിക്കുകയായിരുന്നു. തീർച്ചയായും ആ അഭിനയം ഒരുപക്ഷെ ഏറ്റവും താഴെ രംഗത്ത് നിന്ന് ഏറ്റവും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ ചുറ്റുപാടുകളിൽ നിന്ന് വന്ന ഒരാളെന്നുള്ള രീതിയിൽ ഈ അവാർഡുകളും ഈ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുമ്പോഴും ഒരു സാധാരണക്കാരനായി ഏറ്റവും താഴെയുള്ള ഒരാളായി ജീവിച്ച് ലോകത്തോട് വിട പറഞ്ഞ ഒരു കലാകാരൻ കൂടിയാണ്. അങ്ങനെ ഒരു ജാടയോ അഹങ്കാരമോ അല്ലെങ്കിൽ താൻ ഒരു വലിയ കലാകാരനാണെന്നുള്ള ഒരു ബോധ്യമോ ഒന്നും അദ്ദേഹത്തെ നയിച്ചിട്ടില്ല. അദ്ദേഹം എന്നും ഒരു സാധാരണക്കാരൻ. അതുകൊണ്ട് തന്നെയാണ് ഏത് സാധാരണക്കാരന്റെ കഥാപാത്രങ്ങളെയും അദ്ദേഹത്തിന് എളുപ്പത്തിൽ അഭിനയിച്ച് ആ സാധാരണക്കാരന്റെ ഭാഷയിൽ തന്നെ അത് എളുപ്പത്തിൽ ജനങ്ങളോട് സംവേദിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ആ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ ക്യാരക്ടറും എന്നും നമ്മുടെ ഓർമ്മകളായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.